നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ജനകീയത കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം എക്സിബിഷനിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറുടെ സമത്വം എന്ന ആശയത്തോട് ചേർന്ന് നിന്നത് കോൺഗ്രസ് മാത്രമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കുമരനെല്ലൂരിൽ വീട് ആക്രമിക്കാൻ വന്ന 4 അംഗ സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. ദളിത് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷം മുക്കാട്ടുകരയിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. കീ എന്ന OTT പ്ലാറ്റ്ഫോമിന് പിന്നാലെ KV കണക്ട് എന്ന കസ്റ്റമർ പ്ലാനുമായി ജനകീയത കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള വിഷൻ സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം പ്രദർശന നഗരിയിൽ മുൻവർഷങ്ങളിലെ പോലെ ഇക്കുറിയും സ്റ്റാൾ സജ്ജമാക്കിയിരിക്കുന്നത്. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. KCCL MD PP സുരേഷ് കുമാർ, KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ KV രാജൻ, തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, ഡയറക്ടർമാരായ VI സിജോ, PP ഓം പ്രകാശ്, P ഗോപകുമാർ, CO ബിജു, KA ഡേവിസ്, ജിജോ ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ CG ജോസ്, COA സംസ്ഥാന കമ്മിറ്റി അംഗം CA ബൈജു എന്നിവർ പങ്കെടുത്തു. കോർപ്പറേറ്റ് ഭീമന്മാരെ പോലും പിന്നിലാക്കി കേരളത്തിൽ പതിറ്റാണ്ടുകളായി ഡിജിറ്റൽ കേബിൾ TV ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലഭ്യമാക്കുന്ന കേരള വിഷൻ സംസ്ഥാനത്തെ നമ്പർ 1 സർവീസ് പ്രൊവൈഡറാണ്. സൗജന്യ OTT പ്ലാറ്റ്ഫോമായ കീക്ക് പുറമെ KV കണക്റ്റിലൂടെ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് കേരള വിഷൻ. മികച്ച ഇന്റർനെറ്റ്, കേബിൾ TV സേവനങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസമാർജിച്ച കേരള വിഷന്റെ പങ്കാളിത്തത്തോടെയാണ് സംസ്ഥാന സർക്കാർ K-ഫോൺ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിലെ ഡിജിറ്റൽ ഇന്റർനെറ്റിലായാലും ഏറ്റവും വലിയ ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ ഒന്ന് സാമ്പത്തികമായി അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നാഷണൽ ലെവലിലെടുത്താലും ഇന്ത്യയിൽ നിന്ന് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന MBTS നിലയും അതുപോലെ ഇൻ്റർനെറ്റിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ISP കൂടിയാണ് കേരള വിഷൻ. അപ്പോൾ തീർച്ചയായും കേരള വിഷൻ ബ്രാൻഡുകളുടെ എല്ലാം തന്നെ പ്രദർശനം ഈ സ്റ്റാളിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഏകദേശം 20 ദിവസം മുമ്പ് കടന്നുവെന്നാണ് ന്യൂസ് മലയാളം. ഒരു കാരണവശാൽ കേരള വിഷൻ മാറ്റിവെക്കപ്പെട്ട തലത്തിൽ വളർന്ന് പന്തലിച്ച് കേരള വിഷൻ എല്ലാ വർഷവും തൃശ്ശൂർ പൂരത്തിന് പ്രാതിനിധ്യമുണ്ടായിരുന്നു. ഈ വർഷം കേരള വിഷൻ മനോഹരമായി തന്നെ ഒരു സ്റ്റാളും പുതിയൊരു കാഴ്ചപ്പാടോടു കൂടി സോളാർ ഹോം എന്ന് പറയുന്ന പുതിയ കാഴ്ചപ്പാടോടു കൂടിയാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. എന്തായാലും കേരള വിഷൻ ജനഹൃദയത്തിലൂടെ മനുഷ്യൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന മറക്കാൻ കഴിയാത്ത വിധത്തിൽ ഇന്ന് കേരള വിഷൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ വളരെ ഭംഗിയായി തന്നെ കൊണ്ടുപോകുന്ന കേരള വിഷൻ എല്ലാവിധ ആശംസകളുണ്ട്. ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾക്കെതിരെ കത്തോലിക്ക കോൺഗ്രസ് ഒല്ലൂർ ഫൊറോന സമിതിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് മുട്ടുകുത്തി പ്രതിഷേധം. ഒല്ലൂർ സെന്ററിൽ ഫൊറോന പ്രൊമോട്ടർ ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഉത്തരേന്ത്യയിൽ കേന്ദ്ര സർക്കാരിന്റെ മൗന അനുമതിയോടെ വർഗീയ ശക്തികൾ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം അഴിച്ചുവിടുമ്പോൾ കേരളത്തിൽ സർക്കാർ വകുപ്പുകളായ ന്യൂനപക്ഷ വകുപ്പ്, വനം വകുപ്പ് എന്നിവർ ക്രിസ്ത്യാനികളെ നശിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന് ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് ആരോപിച്ചു. ഇതിന്റെ അവസാന ഉദാഹരണങ്ങളാണ് ഡൽഹിയിൽ ഓശാന പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതും കേരളത്തിൽ ഇടുക്കിയിലെ തൊമ്മൻകുത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുരിശു പൊളിച്ചു നീക്കിയതും കുരിശിനെ അപമാനിച്ചതും. തോളിൽ കൈയിട്ടുകൊണ്ട് പിറകിൽ നിന്ന് കുത്തുന്ന രാഷ്ട്രീയക്കാരുടെ വൃത്തികെട്ട സ്വഭാവം ക്രൈസ്തവരുടെ അടുക്കൽ വിലപ്പോവില്ലെന്നും തക്കതായി വില നൽകേണ്ടി വരുമെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓർത്താൽ നന്ന് എന്ന് യോഗം മുന്നറിയിപ്പ് നൽകി. സിസ്റ്റർ റൂബി, ഫൊറോന ഭാരവാഹികളായ ഫ്രാൻസിസ് തറയിൽ, ടോണി എടത്തിരത്തിക്കാരൻ, കരോളി ജോഷുവ, ഡേവി പടിക്കല, EJ ആന്റണി, ജോസഫ് ചെറുശ്ശേരി, സിജോ AJ, ജോസ് തീത്തായ് എന്നിവർ നേതൃത്വം നൽകി.
നമ്മുടെ കേരളത്തിൽ ഡിപ്പാർട്ട്മെന്റുകൾ, ന്യൂനപക്ഷ വകുപ്പ്, വനം വകുപ്പ് എന്നീ വകുപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ക്രൈസ്തവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൈഡിലൂടെ തോളിൽ കൈയിട്ടുകൊണ്ട് പുറകിലൂടെ കുത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ ക്രൈസ്തവ സമുദായം ഒരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഈ ചതിയുടെ രാഷ്ട്രീയം ക്രൈസ്തവരോട് കാണിക്കാൻ നിന്നാൽ തക്കതായ മറുപടി. അംബേദ്കറുടെ സമത്വം എന്ന ആശയത്തോട് ചേർന്ന് നിന്നത് കോൺഗ്രസ് മാത്രമെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. ചാതുർവർണ്ണ്യം വാഴുന്ന കാലത്ത് ദളിത് വിഭാഗക്കാരനായിരുന്ന നേതാവിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാക്കിയതിലൂടെ ഇത് തെളിയിക്കപ്പെട്ടു. ഇത് കോൺഗ്രസിന്റെ മഹത്വമാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ജില്ലാ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCCയിൽ നടത്തിയ അംബേദ്കർ ജയന്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ഐത്താടൻ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറിമാരായ KV ദാസൻ, സിജോ കടവിൽ, ഉസ്മാൻ ഖാൻ, സുനിൽ ലാലൂർ, സിജു പാവറട്ടി, ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ വാസു കോട്ടാൽ, MK രാജേഷ് കുമാർ, അപ്പു ആളൂർ, ജില്ലാ ഭാരവാഹികളായ PV രാജു, AS വാസു, രമണി വാസുദേവ്, സുലോചന വാരിയത്ത്, ശ്രീധരൻ AC, CK വിനോദ്, രാജു ചുക്രാത്ത്, ES അനിരുദ്ധൻ, സുരേഷ് പാലയിൽ, നളിനി ചന്ദ്രൻ, സുലോചന, രമേശ് പൂങ്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. ആ ഒരു രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഒരു ദേശീയതയുടെ ആ രീതിയിൽ മുന്നോട്ട് പോകുകയും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരികയും ആ മുന്നേറ്റത്തിൽ എല്ലാവരെയും ഒരേപോലെ കാണുകയും അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു ചാതുർവർണ്ണത്തിന്റെ രാജ്യത്ത് അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്ന രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന്റെ ചെയർമാനായി ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ നിയോഗിക്കുക എന്ന് പറയുമ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് അധികാരത്തിൽ ഇതിന്റെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവിക്കാതെ അധികാരത്തിൽ കയറിയിരിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആ പഴയകാല ചാതുർവർണ്ണം തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് പോയിരിക്കുകയാണ്. ആ ശീലുകളെയാണ് ഇവർ മടക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറവട്ടാനി ഡിവിഷൻ മുൻ മേയർ IP പോളിന്റെ വസതിയിൽ നടത്തിയ യോഗത്തിൽ ഡിവിഷൻ പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയൻ ജോർജിനെ DCC വൈസ് പ്രസിഡന്റായ IP പോൾ ഷാളിട്ട് അഭിനന്ദിച്ചു. പ്രഭുദാസ് പാണേങ്ങാടന്റെ അധ്യക്ഷതയിൽ ബഷീർ അഹമ്മദ് സ്വാഗതവും PC തോമസ് നന്ദിയും അറിയിച്ചു. DCC വൈസ് പ്രസിഡന്റ് IP പോൾ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ചാലിശ്ശേരി, മണ്ഡലം പ്രസിഡന്റുമാരായ ജോർജ് ചാണ്ടി, K ഗോപാലകൃഷ്ണൻ, PS ബാബു, CK ഫ്രാൻസിസ്, ബിന്ദു ബെന്നി, KK ജോസഫ് മാഷ്, ഡേവിസ് കണ്ണമ്പുഴ, UM മാത്യു, M പ്രഭാകരൻ നായർ, ജോൺസൺ ആവൂക്കാരൻ, ദേവൻ, രഘുനാഥ് എന്നിവർ സംസാരിച്ചു. കുമരനെല്ലൂരിൽ സ്ഫോടക വസ്തുക്കളുമായി വീടാക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിൽ. കുമരനെല്ലൂരിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് വീടാക്രമിക്കാൻ ശ്രമിച്ച 4-അംഗ സംഘത്തെയാണ് വടക്കാഞ്ചേരി പോലീസ് സാഹസികമായി പിടികൂടിയത്. വിഷ്ണു, ശ്രീജിത്ത്, ശിവശങ്കർ, അലക്സ് എന്നിവരാണ് അറസ്റ്റിലായത്. വടക്കാഞ്ചേരി പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിലാണ് സംഘം പിടിയിലായത്. സ്ഫോടക വസ്തുക്കൾ, വാളുകൾ, ബേസ്ബോൾ ബാറ്റ് തുടങ്ങിയ മാരകായുധങ്ങൾ വാഹനത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. അറസ്റ്റിലായ ശ്രീജിത്തും കുമരനെല്ലൂരിലെ വീട്ടിലുള്ളവരുമായി മുൻവൈരാഗ്യമുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ ബലമായി പിടിച്ചിറക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ശ്രീജിത്തിന്റെ കാറിന്റെ ചില്ല് തകർത്തിരുന്നു. ഇതിന് പ്രതികാരം ചെയ്യാൻ സ്ഫോടക വസ്തുക്കളുമായി സംഘം വീണ്ടും എത്തുകയായിരുന്നു. നെട്ടിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തറക്കൽ പൂരം എഴുന്നള്ളിപ്പുകൾ മുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് നൽകിയ പ്രസ്താവന വാസ്തവവിരുദ്ധമാണെന്ന് ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി. ഉത്സവത്തിന് ആനകളെ എത്തിക്കേണ്ട ദേവസ്വം ബോർഡ് 6 ആനകളെ എത്തിക്കേണ്ടതിന് പകരം 5 എണ്ണത്തിനെയാണ് എത്തിച്ചത്. അതിലൊരു പിടിയാന അനുസരണക്കേട് കാട്ടിയതിനാൽ മാറ്റി നിർത്തി. ആനകളെ എത്തിക്കാത്തതിനാൽ പകൽപൂരം എഴുന്നള്ളിപ്പ് മുടങ്ങിയതിൽ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും പ്രതിഷേധമുണ്ടായി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാസ്തവവിരുദ്ധമായ പ്രസ്താവന ഇറക്കി ദേവസ്വം ബോർഡ് എന്നാണ് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നത്. പൂരം മുടങ്ങുകയും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തെങ്കിലും ബോർഡിന്റെ പ്രസിഡന്റ് മറ്റ് ഉന്നത ദേവസ്വം ഉദ്യോഗസ്ഥരോ ക്ഷേത്രത്തിലേക്ക് എത്താനോ പരിഹാര നടപടികൾ സംസാരിക്കാനോ തയ്യാറായില്ല.
ആഘോഷ കമ്മിറ്റിയും നാട്ടുകാരും ഭക്തജനങ്ങളും ശക്തമായ എതിർപ്പും പരാതിയുമായി പ്രതിഷേധത്തിലാണ്. പൂരം മുടങ്ങിയ കാരണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി നടപടിയെടുക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സരീഷ്, രാമചന്ദ്രൻ, മോഹൻദാസ്, രഘുനാഥ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നേ ദിവസം ഇപ്പോഴത്തെ ഈ വർഷത്തെ പൂരത്തിന് 5 ആനയാണ് നൽകാൻ പോകുന്നത് അറിഞ്ഞപ്പോൾ നമ്മളൊരു പരാതി പറഞ്ഞാണ്. തലേ ദിവസം നടന്നത് 6 ആന തന്നെ വേണം, ഇല്ലാണ്ട് ചടങ്ങുകളും കാര്യങ്ങളും എഴുന്നള്ളിപ്പോൾ വൈകി നടക്കില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ശരി, പരിഗണിക്കാം, ചെയ്യാം എന്നെല്ലാം പറഞ്ഞു. പക്ഷെ പൂര ദിവസം ആ സമയത്ത് വീണ്ടും നമ്മളൊരു ഉച്ചയോടുകൂടി അറിയണത് 5 ആന തന്നെ ഇവർ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്നാണ് അറിയുന്നത്. 4:30 മണിക്കാണ് പകൽ മേള തുടങ്ങേണ്ടത്, പകൽ പൂരം എഴുന്നള്ളിപ്പ് തുടങ്ങുന്നത്. ആ സമയത്ത് എഴുന്നള്ളിപ്പിന് യോഗ്യമായ 3 ആനകളേ ഉള്ളൂ. കാലത്ത് വന്നതിൽ 8:30 കൂട്ടാലേക്ക് എഴുന്നള്ളിപ്പിന് പോകുന്ന ഒരു ആന തെറ്റി അനുസരണക്കേട് കാണിച്ചപ്പോൾ ഒഴിവാക്കി നിർത്തി. പിന്നെ 3 ആനയോടെ ഉള്ളൂ എഴുന്നള്ളിപ്പിന് യോഗ്യമായിട്ടുള്ളത്. 6 ആനകൾ വേണ്ട സ്ഥലത്ത് 3 ആനയെ വെച്ച് ഈ പരിപാടി എങ്ങനെ നടക്കും? അപ്പോഴേക്കും ജനങ്ങളും കാര്യങ്ങളും പ്രതിഷേധവും കാര്യങ്ങളായിട്ട് ഇറങ്ങി അത് എഴുന്നള്ളിപ്പും കാര്യങ്ങളും നടക്കാതെ വന്നു. 6 മണിക്കാണ് പിന്നെ ഒരു 4ാമത്തെ ആന വരുന്നത്. അതായത് എഴുന്നള്ളിപ്പ് പകുതിയിലധികം സമയം കഴിഞ്ഞു, ശരിക്കും തുടങ്ങി പകുതിയിലധികം സമയം കഴിഞ്ഞിട്ടാണ് ഒരു ആന വരുന്നത്. അപ്പൊ നമ്മുടെ പ്രധാന കാരണം പറയാൻ കൊച്ചി ദിവസം കൂടെ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് 5 ആന കൃത്യസമയത്ത് തന്നിരുന്നു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ വിവരം കൊച്ചി ദിവസം കൊണ്ട് കിട്ടിയത്? 3 ആന എഴുന്നള്ളിപ്പിന് യോഗ്യമായിട്ട് അവിടെ നിൽക്കുമ്പോൾ 6 ആന വേണ്ട സ്ഥലത്ത് 5 ആന തന്നു എന്ന് പറഞ്ഞത് വാസ്തവികമായ മറുപടിയാണ്. അതിന്റെ സത്യാവസ്ഥ പറയാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനാഘോഷം മുക്കാട്ടുകരയിൽ നടത്തി. താഴെത്തട്ടിൽ ജീവിച്ച ഒരു ജനതയെ ആശ്വാസവചനങ്ങൾ കൊണ്ട് മുഖ്യധാരയിലേക്ക് എത്തിച്ച ഡോക്ടർ BR അംബേദ്കർ ഈശ്വര ചൈതന്യം പൂണ്ട മഹത് വ്യക്തിയായിരുന്നുവെന്ന് CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി വികാസ് ചക്രപാണി അഭിപ്രായപ്പെട്ടു. ദളിത് ഡെവലപ്മെന്റ് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനാഘോഷം മുക്കാട്ടുകര ചെരടത്ത് നടത്തിയതിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദളിത് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് MD സുരേഷ് അധ്യക്ഷനായി. തൃശൂർ ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ വൈസ് ചെയർമാൻ KP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി. വിൽസൺ പണ്ടാരവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ശശി നെട്ടിശ്ശേരി സ്വാഗതവും വേണുജി തൊടുപുഴ നന്ദിയും അറിയിച്ചു. ജെൻസൺ ജോസ് കാക്കശ്ശേരി, ബിജു ചിറയത്ത്, ക്ലമൻ, സുധീഷ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ദളിത് പിന്നോക്കം നിൽക്കുന്നവർക്ക് അരിയും വിഷുക്കൈനീട്ടവും നൽകി.
പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളി ഇടവകയിലെ കിടപ്പ് രോഗികളെയും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളാൽ വീടുകളിൽ കഴിയുന്നവരെയും പള്ളിയിലെത്തിച്ച് പ്രത്യേക കുർബാന ചടങ്ങുകൾ നടത്തി. യൂണിറ്റ് ഭാരവാഹികളുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇവരെ പള്ളിയിലെത്തിച്ചത്. പ്രത്യേക കുമ്പസാരവും കുർബാനയും ഉപഹാരങ്ങൾ നൽകി ആദരിക്കലും നടത്തി. തിരുക്കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ, ഫാദർ അലക്സ് എന്നിവർ കാർമ്മികരായി. കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കൈക്കാരന്മാരായ ജോസ് താഴേക്കാടൻ, വർഗീസ് കുന്നംകട, വിൽസൺ ചിറ്റിലപ്പള്ളി, കൺവീനർ ഷാജു കാട എന്നിവർ പങ്കെടുത്തു. ഹീമോഫീലിയ സൊസൈറ്റി കുന്നംകുളം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ലോക ഹീമോഫീലിയ ദിനാചരണം ഏപ്രിൽ 17. കണ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന ദിനാചരണ പരിപാടി കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യും. ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രി ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ, അമൃത ഹോസ്പിറ്റൽ ഹിമറ്റോളജി മേധാവി ഡോക്ടർ നീരജ് സിദ്ധാർത്ഥൻ, KP നമ്പൂതിരീസ് മാനേജിംഗ് ഡയറക്ടർ K ഭവദാസൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. കണ്ണൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുരസ്കാരം പ്രൊഫസർ ഗോകുൽദാസിന് ഗവർണർ സമ്മാനിക്കും. E ബാലഗോപാലൻ, MG രാജഗോപാലൻ, KS സനൂപ്, അഡ്വക്കേറ്റ് രമ രഘുനന്ദനൻ, PN ഉണ്ണിരാജൻ IPS എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മദ്യലഹരിയിൽ മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വെള്ളിക്കുളങ്ങരയിലെ കുറ്റിച്ചിറയിലുള്ള വീട്ടിൽ വെച്ച് പള്ളം സ്വദേശികളായ പ്ലാക്ക വീട്ടിൽ മോഹനൻ എന്നയാളെ കുത്തിപ്പിടിച്ച് അസഭ്യം പറഞ്ഞ് പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കൊണ്ട് തലയുടെ പിൻകഴുത്തിലിടിച്ച് കൈകൊണ്ട് കഴുത്തിന്റെ ഇടതുഭാഗത്ത് അടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇയാളുടെ ഭാര്യ തങ്കമണി ഇവരെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളും 3 അടിപിടി കേസിലെയും പ്രതിയുമായ കുറ്റിച്ചിറ പള്ളം സ്വദേശി പ്ലാക്ക വീട്ടിൽ റെന്റിലിനെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ SHO കൃഷ്ണൻ K, ASI സതീഷ്, CPO സനൽകുമാർ, ഷിജു എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റോപ്പിലിരുന്ന് പുകവലിക്കുന്നത് ചോദ്യം ചെയ്ത വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. പെരുമ്പിള്ളിശ്ശേരിയിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ചൊവ്വൂർ സ്വദേശിയായ വൈക്കപ്പടി വീട്ടിൽ ഭാസ്കരൻ എന്നയാളെ അസഭ്യം പറഞ്ഞതിനാണ് അടുത്തിരുന്ന് പുകവലിക്കുന്നതും ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ തടഞ്ഞു നിർത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തള്ളി താഴെയിട്ട് തോർത്തുകൊണ്ട് കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിന് ഭാസ്കരന്റെ പരാതിയിൽ ചേർപ്പ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ചൊവ്വൂർ സ്വദേശി ചെരുവിൽ വീട്ടിൽ സാജനയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർ ഷാജു, സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് എന്നിവർ ചേർന്നാണ് സാജനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി. ഓൺലൈൻ തട്ടിപ്പ് 1,90,00,000 രൂപ തട്ടിയെടുത്ത നൈജീരിയക്കാരൻ തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് വ്യാജ വാഗ്ദാനങ്ങൾ നൽകി തൃശൂർ സ്വദേശിയുടെ 1,90,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികളിൽ ഒരാളായ ഓസ്റ്റിൻ ഓഗ്ബ എന്ന നൈജീരിയൻ പൌരനെയാണ് തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പിടികൂടിയത്. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ തൃശൂർ സ്വദേശി ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. ഒല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തൃശൂർ സിറ്റി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് തൃശൂർ റേഞ്ച് DIG ഹരിശങ്കറിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പണം അയച്ച രേഖകളും ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട രേഖകളും പരിശോധിച്ച് പ്രതികളിൽ ഒരാളെ കണ്ടെടുത്തത്. അന്വേഷണ സംഘത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീഷ് കുമാർ, ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ വിനോദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശരത്, പ്രശാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകൾ തുടരുന്നു. അപകടശേഷം നിർത്താതെ പോയ കേസിലെ പ്രതിയെയും വാഹനവും കണ്ടെത്തി പിടികൂടി. വാഹന അപകട കേസിലെ പ്രതിയും വാഹനമായ യമഹ സ്കൂട്ടറും കണ്ടെത്തി. 3 മാസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവം. ചിറ്റിലപ്പള്ളി ജോസഫ് ഭാര്യ ക്രിസ്റ്റീനയെയാണ് വെള്ളയിൽ പച്ചയും വെള്ളയും നിറത്തോടുകൂടിയുള്ള പ്രത്യേക ഷേപ്പുള്ള സ്കൂട്ടർ ഇടിച്ചു നിർത്താതെ പോയത്. ക്രിസ്റ്റീനയുടെ തലയോട്ടി പൊട്ടി ഗുരുതര പരിക്കേറ്റു. മണം തിരിച്ചറിയാനുള്ള സംവേദനശേഷി നഷ്ടപ്പെട്ടു. ഇവരുടെ പരാതിയിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. സംഭവത്തെ തുടർന്ന് വിശദമായി അന്വേഷിച്ച് നിരവധി CCTV ക്യാമറ പരിശോധിച്ച് നിർണായക തെളിവുമായി പോകവെയാണ് പ്രതിയെ കണ്ടെത്തിരിച്ചറിഞ്ഞ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ എന്നയാളെ പിടികൂടിയത്.
കാട്ടൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ER ബൈജു, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ MK അസീസ്, CPO കിരൺ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാലക്കുടി വേളൂക്കരയിലെ ബാറിൽ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതികളായ 2 സഹോദരങ്ങൾ റിമാൻഡിൽ. ബാറിൽ വെച്ച് ജീവനക്കാരനെ ആക്രമിച്ച് നാശനഷ്ടങ്ങൾ വരുത്തിയ സഹോദരങ്ങളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പരിയാരം വില്ലേജിലെ കുറ്റിക്കാട് കോട്ടയ്ക്ക് വീട്ടിൽ ലിജോ, സഹോദരൻ ലിൻഡോ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. ലിൻഡോക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും നിലവിലുണ്ട്. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദ്, സിജുമോൻ, ജോഫി ജോസ്, ASI ജിബി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൺ, സോനു, അരുൺകുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. വിഷുക്കൈ നീട്ടവുമായി അടിച്ചിൽത്തൊട്ടി, വീരാംകുടി, വെട്ടിവിട്ടക്കാട് ഉന്നതികളിൽ കളക്ടറുടെ സന്ദർശനം. ജില്ലയിലെ ഏറ്റവും അറ്റത്തെ ഗ്രാമത്തിലും കളക്ടർ എത്തി. 18 കുടുംബങ്ങൾക്ക് വൈദ്യുതി എത്തി. വീരാംകുടിയിലെ അരേക്കാപ്പിലെയും 31 കുടുംബങ്ങൾക്ക് ഭൂമി അനുവദിച്ചു. സർവേ പൂർത്തിയായി. മെയ് ആദ്യവാരം വനാവകാശ രേഖ അനുവദിച്ച് 103 ഏക്കർ ഭൂമി കൈമാറും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിച്ചിൽത്തൊട്ടി ഉന്നതിയിൽ നേരിട്ടെത്തി വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടു. പ്രദേശത്തെ BSNL ടവറിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ജനങ്ങൾ പരാതി ഉന്നയിച്ചു. മെയ് 1 മുൻപ് ടവർ പ്രവർത്തനക്ഷമമാകുമെന്ന് കളക്ടർ ഉറപ്പു നൽകി. 95 കുടുംബങ്ങളാണ് അടിച്ചിൽത്തൊട്ടി ഉന്നതിയിൽ കഴിയുന്നത്. എല്ലാ കുടുംബങ്ങൾക്കും ഗ്യാസ് കണക്ഷൻ, വീട് മുതലായവ നൽകാൻ നടപടിയെടുക്കും. ഇപ്പോൾ താമസിക്കുന്ന അതേ സ്ഥലത്ത് FRAയ്ക്കായി വീരാംകുടി ഉന്നതിയിലുള്ളവർ അപേക്ഷ നൽകി. നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തിയായതിൽ അതീവ സന്തോഷത്തിലാണ് വീരാംകുടിയിലെയും അരേക്കാപ്പിലെയും ജനങ്ങൾ. ജില്ലയിലെ അവസാന ഗ്രാമമായ വെട്ടിവിട്ടക്കാടിലും കളക്ടറെത്തി. 11 കുടുംബങ്ങളും അവരുടെ ഉപകുടുംബങ്ങളുമായി ഏകദേശം 40 പേർ ഇവിടെ താമസിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ കൂടി കയറി വേണം ഇവിടെ എത്താൻ. ഈ ഉന്നതി സന്ദർശിക്കുന്ന ആദ്യ ജില്ലാ കളക്ടറാണ് അർജുൻ പാണ്ഡ്യൻ. 3 കിലോമീറ്റർ കാട്ടിലെ ദുഷ്കര പാതയിലൂടെ ട്രക്ക് ചെയ്ത് വേണം ഇവിടെ എത്താൻ. കുത്തനെയുള്ള കയറ്റമൊന്നും കളക്ടറെയും സംഘത്തെയും തളർത്തിയില്ല. വിഷു സമ്മാനമായി മധുര പലഹാരങ്ങളും ഭക്ഷ്യക്കിറ്റുകളും സ്പോർട്സ് കിറ്റുകളും ഉന്നതിയിൽ വിതരണം ചെയ്തു. കളക്ടർ എത്തിയപ്പോൾ ഹരി, അശ്വതി എന്നിവരുടെ വിവാഹ ചടങ്ങുകൾ നടക്കുകയായിരുന്നു. വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് കപ്പയും ചട്നിയും കഴിച്ചാണ് കളക്ടർ മടങ്ങിയത്. വനാവകാശ നിയമപ്രകാരം ആദിവാസികൾക്ക് 100% വ്യക്തിഗത അവകാശങ്ങൾ ഉറപ്പാക്കിയ ജില്ലയെന്ന പദവിയിലേക്ക് നീങ്ങുകയാണ് തൃശൂർ. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ, ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ചാലക്കുടി തഹസിൽദാർ, മലക്കപ്പാറ പോലീസ് ഇൻസ്പെക്ടർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, തൃശൂർ കളക്ടറേറ്റ്, ചാലക്കുടി താലൂക്ക് ഉദ്യോഗസ്ഥർ, KECB, BSNL ഉദ്യോഗസ്ഥരും കളക്ടർക്കൊപ്പം ഉന്നതി സന്ദർശനത്തിനുണ്ടായിരുന്നു. രാവിലെ 10-ന് അടിച്ചിൽത്തൊട്ടിയിൽ തുടങ്ങിയ സന്ദർശനം രാത്രി 8 മണിയോടെയാണ് അവസാനിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനകീയത കൂടുതൽ ഊട്ടി ഉറപ്പിച്ചു മുന്നേറുന്ന കേരള വിഷന്റെ സ്റ്റാൾ തൃശൂർ പൂരം എക്സിബിഷനിൽ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അംബേദ്കറുടെ സമത്വം എന്ന ആശയത്തോട് ചേർന്ന് നിന്നത് കോൺഗ്രസ് മാത്രമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. കുമരനെല്ലൂരിൽ വീട് ആക്രമിക്കാൻ വന്ന 4-അംഗ സംഘം വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായി. ദളിത് ഫെഡറേഷൻ സംഘടിപ്പിച്ച ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷം മുക്കാട്ടുകരയിൽ നടന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.